ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും ഈ കുഞ്ഞൻ മതി. ഇന്ന് കൊളസ്ട്രോൾ ഇല്ലാത്തവരായി ചുരുക്കം ആളുകളെ ഉണ്ടാവൂ. വലിയവർക്ക് മാത്രമല്ല, കുട്ടികളും ഇതിനിരയാണ്. കാരണം ഇന്നത്തെ ജീവിതശൈലി തന്നെ. ഭക്ഷണ രീതികളും വ്യായാമക്കുറവും സ്ട്രെസ്സും ജീവിതശൈലികളുമെല്ലാം തന്നെ ഈ പ്രശ്നത്തിന് കാരണമാകുന്നു. ഭക്ഷണം ഇതിന് പ്രധാനമാണ്. കൊളസ്ട്രോൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായ പല ഭക്ഷണ വസ്തുക്കളുമുണ്ട്. ഇത്തരത്തിലൊന്നാണ് പംകിൻ സീഡുകൾ അഥവാ മത്തൻ കുരു. അവ ചെറിയതാണെങ്കിലും പോഷകങ്ങളുടെ കാര്യത്തിൽ വളരെ മികച്ചതാണ്. ഹൃദയത്തിന് ഗുണകരമായ കൊഴുപ്പുകൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ, അവശ്യധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഈ മത്തൻകുരു ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിന് ഒരു സ്വാഭാവിക കൂട്ടാളിയാണ്. ഇത് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിൽ ലിപ്പിഡ് പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്തി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുന്ന HDL വർദ്ധിപ്പിക്കുകയും ചെയ്യും. മത്തങ്ങ വിത്തുകളുടെ പതിവായ ഉപയോഗം HDL കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നല്ല കൊളസ്ട്രോൾ രക്തപ്രവാഹത്തിൽ നിന്ന് കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ധമനികൾ കട്ടിയായി ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥ തടയാനും ഇത് സഹായിക്കുന്നു. സാധാരണ ഹൃദയമിടിപ്പ് നിലനിർത്താനും ഉയർന്ന രക്തസമ്മർദ്ദം തടയാനും രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികതയെ സഹായിക്കാനും നിർണായകമായ ഒരു ധാതുവായ മഗ്നീഷ്യത്തിന്റെ ഏറ്റവും സമ്പന്നമായ വെജിറ്റേറിയൻ ഭക്ഷണമാണ് മത്തങ്ങ വിത്തുകൾ. മഗ്നീഷ്യം കുറവ് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു. മഗ്നീഷ്യം അടങ്ങിയ മത്തങ്ങ വിത്തുകൾ ഇതുകൊണ്ട് തന്നെ മികച്ചതുമാണ്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ, പ്രത്യേകിച്ച് വിറ്റമിൻ ഇ, പോളിഫെനോളുകൾ എന്നിവ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ ടിഷ്യൂകളിലെ കോശങ്ങളുടെ കേടുപാടുകൾക്കും വീഴ്ചയ്ക്കും ഒരു പ്രധാന കാരണമാണ്. ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നതിലൂടെ അവ ധമനികളുടെ വഴക്കം നിലനിർത്താനും ദീർഘകാല ഹൃദയ സംബന്ധമായ അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇതിൽ ധാരാളമായി സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥയെയും മെറ്റബോളിക് പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുന്നു. ശരിയായ സിങ്ക് അളവ് ആരോഗ്യകരമായ ഇൻസുലിൻ തോത് നിലനിർത്തുന്നതിന് നല്ലതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിലൂടെയും കുറഞ്ഞ മെറ്റബോളിക് സമ്മർദ്ദത്തിലൂടെയും ഹൃദയ സംബന്ധമായ ആരോഗ്യത്തെ സഹായിക്കുന്നു.